ശൈലജ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് വിധക്കാരന്റെ ഉപമയാണ്. നമ്മൾ പലതവണ ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്. ഇന്ന് ഈശോ നമ്മോട് ഈ ഉപമയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് തോന്നുന്നു ഈശോ ഇന്നും വചനമാകുന്ന വിത്തുകൾ ഇങ്ങനെ വിതച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈശോയ്ക്ക് അറിയാം ഇത് ഞാൻ വിതയ്ക്കുമ്പോൾ ചിലത് നല്ല നിലത്ത് വീഴുന്നുണ്ട്, എന്നാൽ ചിലത് പാറക്കെട്ടുകൾക്കിടയിൽ വീഴുന്നുണ്ട്, ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീഴുന്നുണ്ട്, ചിലത് വഴിയരികിൽ വീഴുന്നുണ്ട് എന്നൊക്കെ ഈശോയ്ക്ക് അറിയാം. എന്നാലും എനിക്ക് തോന്നുന്നു ഇന്നും ഈശോ ഇങ്ങനെ വിത്തുകൾ വിതച്ചുകൊണ്ടേയിരിക്കുകയാണ്. അന്നത്തെ ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആ കഥയിൽ എന്ന പോലെ ഇന്നും ഈശോ വിത്തുകൾ വിതച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താണ്? അവനറിയാം ഈ നിലങ്ങളെല്ലാം ഇങ്ങനെ എല്ലാ കാലവും ഒരുപോലെ നിലനിൽക്കുകയില്ല എന്നവനറിയാം. വഴിയരികായിരുന്ന ചില നിലങ്ങളൊക്കെ പതിയെ 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 അതൊക്കെ നല്ല നിലങ്ങളായിട്ട് മാറും. മുൾച്ചെടികളുടെ താവളമായിരുന്ന ചില സ്ഥലങ്ങളൊക്കെ പതിയെ 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 അത് കൃഷിസ്ഥലമായിട്ട് മാറും എന്നവനറിയാം. എന്ന് പറഞ്ഞാൽ ഈശോ നമ്മോട് പറയുകയാണ്, ഈ വിധക്കാരന്റെ വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരുപാട് നാളുകളായിട്ട് ഞാൻ വിതച്ചുകൊണ്ടിരിക്കുന്നു, ഈ സ്ഥലങ്ങൾക്ക് പതിയെ പതിയെ മാറ്റം വരാം. ഒരുപക്ഷെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 10 വർഷം മുമ്പ് വചനം കേട്ട പോലെയാണോ ഇന്ന് ഞാൻ വചനം കേൾക്കുന്നത്? ഒരുപക്ഷെ ഒരു 10 വർഷം മുമ്പ് ഞാൻ വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയനിലം അന്ന് ഒരു മുൾച്ചെടികൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു നിലത്തിന് തുല്യമായിരുന്നിരിക്കണം. ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു 15 വർഷം മുമ്പ് ഞാൻ വചനം കേട്ടപ്പോൾ അന്ന് എൻ്റെ ഹൃദയനിലത്തിന്റെ അവസ്ഥ ഇങ്ങനെ പാറക്കെട്ട് പോലെയുള്ള അതികഠിനമായിട്ടുള്ള ഒരു മണ്ണ് പോലെ ആയിരിക്കണം. പക്ഷേ വചനം കേട്ട് 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 ഇന്ന് എൻ്റെ ഹൃദയനിലത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈ വിധക്കാരന്റെ വലിയൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ നിലങ്ങളെല്ലാം കാലാകാലത്തോളം ഒരുപോലെ ഇരിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ നിലങ്ങൾ തന്നെ നോക്കി, ചിലതൊക്കെ പണ്ട് കാലത്ത് വഴിയരികായിരുന്ന ചില നിലങ്ങളൊക്കെ ഇന്ന് പതിയെ പതിയെ കൃഷിസ്ഥലങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഓരോ നിലത്തിലും ഇങ്ങനെ പതിയെ പതിയെ മാറ്റം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയ നിലത്തിലേക്ക് വന്ന് വീഴുന്ന വിത്തിനെ സ്വീകരിക്കുക. നിങ്ങളുടെ നിലം ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, പതിയെ 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 നമുക്ക് അതിനെ നല്ല നിലമാക്കി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷഭാഗമായി ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയ നിലത്തിനെ നല്ല നിലമാക്കി മാറ്റാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പതിയെ 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 ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഹൃദയ നിലത്തിൽ വരുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി